നമ്മൾ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഏത് രാജ്യത്ത് എന്നാലും വളരെ സാർവത്രികമായിരിക്കുന്ന ഒരു വാക്ക് അവരവരുടെ ഭാഷയിൽ നാം കേൾക്കും. ഇംഗ്ലീഷ് ഭാഷയിലാണെങ്കിൽ താങ്ക് യു എന്നുള്ള വാക്കാണ് കേൾക്കുന്നത്, നന്ദി. ഒരു പക്ഷെങ്കിൽ ഈ രാജ്യങ്ങളിലൊക്കെ കേൾക്കുന്ന ഏറ്റവും കൂടുതൽ വാക്ക് ഏതെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ചിന്ത, ഈ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും അധികം ആവർത്തിക്കപ്പെടുന്ന പദം താങ്ക് യു എന്നുള്ള പദമാണ്. അനൗൺസ്മെൻ്റ് ഉള്ളിടത്തതുണ്ട്, റെസ്റ്റോറൻറ്റുകളിലതുണ്ട്, കടകളിലതുണ്ട്, ആളുകളുടെ കൊടുക്കുവാങ്ങലിലെല്ലാം ഉണ്ട്, ഭവനങ്ങളിലതുണ്ട്. താങ്ക് യു. ഈ പാശ്ചാത്യ സ്വാധീനം ഉള്ള പരിഷ്കൃതർ എന്ന് കരുതുന്ന നമ്മുടെ നാട്ടിലൊക്കെ, പരിഷ്കൃത സമൂഹം എന്ന് കരുതുന്ന പാശ്ചാത്യ സ്വാധീനമുള്ള നമ്മുടെയൊക്കെ ഭവനങ്ങളിലൊക്കെ കുട്ടികളെ ആദ്യം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് താങ്ക് യു പറയാൻ. താങ്ക് യു പറ. നമ്മുടെ നാട്ടിലും അത് കുറച്ച് വ്യാപകമായി വരികയാണ്, ഈ താങ്ക് യു എന്ന ഈ പദം. താങ്ക്സ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ അനൗൺസ്മെൻറ്റിൽ പോലും റെക്കോർഡഡ് ആയിട്ടുള്ളൊരു ശബ്ദമാണെങ്കിൽ പോലും അവിടെയെല്ലാം ഈ താങ്ക് യു ഉണ്ട്. നന്ദി, ധന്യവാദ്. പക്ഷെ നമുക്കൊക്കെ അറിയാം ഇതൊരു ഔപചാരികത മാത്രമാണ്. ഇത് ഹൃദയത്തിൻ്റെ ഒരു ഭാഷയല്ല. ഒരു നല്ല ഭാഷയാണ്, അതിൽ തെറ്റില്ല. പക്ഷേ അതൊരു ഹൃദയ ഭാഷയായിരിക്കുന്നില്ല. പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പലപ്പോഴും അറിയാം ഇതൊരു ഔപചാരികതയാണ്, ഒരു ഫോർമാലിറ്റിയാണ്. എന്നാൽ ഈ നന്ദി എന്നുള്ള ഈ കാര്യം വളരെ വിലപ്പെട്ടൊരു പദമാണ്. അതൊരു ഗോൾഡൻ വേർഡാണ്, ഒരു സുവർണപദമാണ്. സാധാരണ നമ്മളെ ഇടയിൽ, നമ്മുടെ സംസ്കാരത്തിൽ അത് വളരെ കുറവാണ്. നമ്മളധികം ഉപയോഗിക്കാറില്ല ആ പദം. അതിന് കാരണം നാം പറയാറുള്ളത് നമ്മുടെ സംസ്കാരത്തിലില്ല എന്നുള്ളതാണ്. പക്ഷെ ദൈവമക്കൾ അറിയേണ്ട ഒരു കാര്യം, അനുവർത്തിക്കേണ്ട ഒരു കാര്യം, നാം ആരും ജീവിക്കേണ്ടത് കേവലം നമ്മുടെ സംസ്കാരമല്ല. നമ്മുടെ സംസ്കാരത്തിൻ്റെ മുകളിൽ ഒരു ബിബ്ലിക്കൽ കൾച്ചർ, വേദപുസ്തക സംസ്കാരമാണ് നാം ജീവിക്കേണ്ടത്. ഓരോ സമൂഹത്തിനും അതിൻ്റെ സംസ്കാരമുള്ളതുപോലെ ദൈവമക്കളെ സംബന്ധിച്ചോളം അനിവാര്യമായിരിക്കുന്ന ഒരു സംസ്കാരമാണ് ബിബ്ലിക്കൽ കൾച്ചർ, വേദപുസ്തക സംസ്കാരം. നാം അത് ജീവിക്കണം, മറ്റുള്ളവരത് പ്രതീക്ഷിക്കുന്നുണ്ട്. ചില ചോദിക്കാല്, പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആളല്ലേ, അതിൻ്റെ അർത്ഥം എന്നാ? അത് ആളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സംസ്കാരം അല്ലിത്. ഭാഷയിൽ ആ സംസ്കാരമുണ്ട്, പെരുമാറ്റത്തിൽ ആ സംസ്കാരമുണ്ട്, ഹൃദയവിശാലതയിൽ, അതിൻ്റെ പ്രതിഫലനത്തിൽ അതിൻ്റെ സംസ്കാരമുണ്ട്. നമ്മുടെ നടപ്പിലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും we are expected to carry a biblical culture. വിശുദ്ധ ബൈബിളിൻ്റെ ഒരു സംസ്കാരം കൊണ്ടു നടക്കാൻ ഉദ്ദേശിക്കപ്പെട്ടവരാണ്. അതിന് പുറത്ത് നിൽക്കുവാൻ സാധ്യമല്ല, അനിവാര്യമാണത്. എല്ലാവരും ഓർക്കണം, വിശുദ്ധ ബൈബിളിലെ ഉപദേശങ്ങൾ, അതിൻ്റെ അനുസരണ, ഭക്തിയുടെ വിവിധമായിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നാം പറയുമ്പോൾ ഇതെല്ലാം കൂടി
ഒടുവിൽ പ്രതിഫലിക്കപ്പെടുന്ന ഒരു കാര്യം എവിടെയാണ്? എങ്ങനെയാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ദ കൾച്ചർ വി ക്യാരി. അതിൻ്റെ എല്ലാം ഫലമായി നമ്മളിൽ നിന്നുണ്ടാകുന്ന ആ സംസ്കാരമാണ് ദൈവഭക്തിയുടെ സംസ്കാരം, തിരുവചനത്തിൻ്റെ സംസ്കാരം, ആത്മനിറവിൻ്റെ സംസ്കാരം, യഥാർത്ഥ വിശുദ്ധിയുടെ സംസ്കാരം. ചില വിശുദ്ധിയെക്കുറിച്ച് ഒരുപാട് പഠിപ്പിക്കൽ ഉണ്ട്. ഒരു സ്പെഷ്യലാണ്. ഓരോ ഗ്രൂപ്പിനും അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യൽ ഫോക്കസ് ഉണ്ട്, പ്രത്യേക എംഫസിസ് ഉണ്ട്. ഏത് എംഫസിസ് ആയാലും ഇത് ശരിയാണോ തെറ്റിയാണോ എന്ന് അറിയേണ്ടത് ഏത് കാര്യത്തിൽ വരുമ്പോഴാണ്? ഡു യു ക്യാരി എ ബിബ്ലിക്കൽ കൾച്ചർ? വേദപുസ്തക സംസ്കാരം നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടോ എന്നുള്ളത് അതിൻ്റെ തെളിവായിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇതെല്ലാം സെക്റ്റുകളാണ്, പ്രത്യേക വട്ടത്തിലുള്ള പ്രത്യേക സമൂഹങ്ങൾ മാത്രമാണ്, സെക്റ്റുകളാണ്. നമ്മളങ്ങ് പറയുക ഞങ്ങൾ സത്യത്തിൻ്റെ പക്ഷത്തോ വചനമാണ് സഭയാണെന്നൊക്കെ നമ്മളങ്ങ് പറയുന്നേ ഉള്ളൂ. അങ്ങനെ അനിവാര്യമായിരിക്കുന്നൊരു സംസ്കാരമാണ് നന്ദി പ്രദർശിപ്പിക്കുക എന്നുള്ളത്, ഹൃദയത്തിൽ നിന്ന്. എക്സ്പ്രസിങ് താങ്ക്സ് ഫ്രം ദ ഹാർട്ട്. ദൈവമക്കളുടെ സംസ്കാരമായിരിക്കണം. ഒരിക്കല് എന്നോട് വളരെ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനും വേദപണ്ഡിതനും വളരെ അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞു. അദ്ദേഹം ഒരു വലിയ മീറ്റിങ്ങിലൊക്കെ സംബന്ധിച്ച ശേഷം പുറത്തു വന്നപ്പോൾ മറ്റൊരാൾ വന്ന് കൈകൊടുത്തേച്ച് പറഞ്ഞു, അന്ന് അച്ചായൻ ഞങ്ങളുടെ ദേശത്ത് ഇന്ന കൺവെൻഷന് വന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ പ്രസംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല, വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വചനമായിരുന്നു. അപ്പം ഈ പറഞ്ഞ ആളിൻ്റെ ആദ്യകാല ശുശ്രൂഷയുടെ സമയമായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഞാൻ ഈ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ, ആർക്കെങ്കിലും ഗുണമുണ്ടായോ? ഈ കാര്യങ്ങളൊന്നും അന്നേരം പിടികിട്ടിട്ടില്ല. ഈ വന്ന ആള് പറയുകയാണ് അത് വലിയ ബ്ലെസ്സിങ് ആയിരുന്നു എനിക്ക്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എടാ കുഞ്ഞെ, നീ അന്ന് അതെന്നോട് പറഞ്ഞിരുന്നെങ്കിൽ. വി ആർ നോട്ട് ലിറ്റ് അപ്പ് പീപ്പിൾ. ഈ നമ്മളെല്ലാം വിളക്കുകളാണ്, പക്ഷെ പ്രകാശിക്കാത്ത വിളക്കുകളാണ്. നമ്മുടെ ഉള്ളിലുള്ള ദൈവിക സംസ്കാരമാണ് പ്രകാശമായിട്ട് പുറത്തു വരുന്നത്. മറ്റെല്ലാം വിളക്കുകളാണ്. ഉപദേശത്തിൻ്റെ വിളക്ക്, സഭയുടെ വിളക്ക്, പഠിപ്പിക്കലിൻ്റെ വിളക്ക്, ശുശ്രൂഷയുടെ വിളക്ക്, എല്ലാം വിളക്ക്. ബ്രദർ, ബട്ട് ദർ ഈസ് നോ ലൈറ്റ് എമിറ്റിംഗ് ഫ്രം യു. നിന്നിൽ നിന്ന് പ്രകാശം പുറത്തു വരുന്നില്ലല്ലോ. വലിയ പ്രാർത്ഥനാ ജീവിതമുള്ള ബട്ട് ട്രൂ പ്രാർത്ഥനാ ജീവിതം, ബട്ട് ദർ ഈസ് നോ ലൈറ്റ് എമിറ്റിംഗ്. പ്രകാശം പുറത്തു വരുന്നില്ലല്ലോ. ആ പുറത്തു വരുന്ന പ്രകാശത്തിൽ കൂടി വരുന്ന ദൈവികതയിൽ ദിവ്യമായിരിക്കുന്ന ഒരു സംസ്കാരം അനിവാര്യമായിട്ടുമുണ്ട്. അഭിനന്ദിക്കാൻ പഠിക്കണം. നിങ്ങൾക്കൊരു വചനം ദൈവം നിങ്ങളോട് സംസാരിച്ച ബ്ലെസ്സിങ് ആണെങ്കിൽ പറയണം, ഗോഡ് സ്പോക്ക് ടു മീ, താങ്ക് യു, നന്ദി, ദൈവം എന്നോട് സംസാരിച്ചു. നാം ദൈവിക സംസ്കാരത്തിലേക്ക് സ്വതന്ത്രരായി തീരേണ്ടവരാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ പ്രായോഗിക തലങ്ങളിൽ ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ വരേണ്ടതാണ്. ലേൺ ടു സേ താങ്ക്സ്. നന്ദി പറയുവാൻ നാം പഠിക്കണം. നമുക്ക് നാം നിയോഗിച്ച ഒരാൾ, ഒരു ജോലിക്ക് വേണ്ടി നിയോഗിച്ച ഒരാൾ ജോലി ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് ജോലി ചെയ്തെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് സന്തോഷമായിരുന്നു. സാറിന് അങ്ങനെ ആത്മാർത്ഥമുള്ള ആളുകളെ കാണാറില്ല. വളരെ നിങ്ങൾ ഉദ്ദേശിച്ചതോ അതിലുപരി വളരെ നന്നായിട്ട് ജോലി ചെയ്തു. വൈകിട്ട് ആൾ അർഹിക്കുന്ന പണം കൊടുക്കുന്നു, പിരിയുന്നു. ഞാൻ പറയാം, ആൾ ചെയ്ത ജോലിക്കുള്ള പണം മാത്രമേ ആയുള്ളത്. ആളുടെ ഹൃദയത്തിൻ്റെ സന്മനസ്സിനുള്ള എക്സ്ട്രാ താങ്ക്സ് കൂടെ അതിൻ്റെ കൂടെ ചേർക്കണം. നന്ദി, വളരെ സന്തോഷമുണ്ട്, നന്നായിട്ട് ചെയ്തു. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ആ കൂലിയുടെ കൂടെ എന്തെങ്കിലും എക്സ്ട്രാ കൊടുക്കണം, നിങ്ങളുടെ നന്ദിയുടെ പ്രദർശനമായിട്ട്.
ദൈവമക്കളുടെ സംസ്കാരത്തിൽ ഇങ്ങനെ പല കാര്യങ്ങൾ വരണം. എങ്ങനെ 50 രൂപ കുറച്ച് പിടിക്കാം എന്നല്ല നോക്കേണ്ടത്, 50 രൂപ കൊടുക്കണം. ആ നന്ദിയുടെ പ്രദർശനമായിട്ട് ഇല്ലേ? ഒരു ടാക്സിക്കാരനെ വിളിച്ചു, റോഡെല്ലാം ബ്ലോക്കാ, സമയത്ത് എത്തേണ്ടടുത്ത് എത്തണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമുണ്ട്. സാറേ ഞാൻ എത്തിച്ചോളാം സാറിനെ. ഉള്ള ഇടവഴിയും ബൈപ്പാസും എല്ലാം എടുത്ത് ഓടിപ്പിടിച്ച് അവിടെ കൊണ്ടെത്തിച്ച് ബില്ല് ചോദിച്ച് കൃത്യം രൂപ എണ്ണി കൊടുക്കുന്ന സ്ഥാനത്ത് യു ഡിഡ് എ ഗുഡ് ജോബ്, നല്ലൊരു പണിയാണ് ചെയ്തത്, വളരെ നന്ദിയുണ്ട്. പൈസ കൊടുത്ത ശേഷം നന്ദിയും പറയണം, ഞാൻ പറയുകയാണെങ്കിൽ എക്സ്ട്രാ പൈസയും കൊടുക്കണം. ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ സാരം എന്താണ്? ലേൺ ടു ഗീവ് താങ്ക്സ്. അത് നമ്മുടെ ജീവിതത്തിൽ പരിചയമാക്കണം. എസ്തേറിന്റെ പുസ്തകത്തിൽ 2 കാര്യങ്ങളാണ് എസ്തേറിന്റെ പുസ്തകം എഴുതുവാനായിട്ടുള്ള പശ്ചാത്തലമായിട്ട് വരുന്നത്. ഒന്ന്, വസ്ഥിരാജ്ഞിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി അഹശ്വേരോസ് രാജാവ്. 2, മൊർദെഖായി രാജാവിന് ഒരു ജീവഹാനി ഉണ്ടാകുന്ന സംഭവമുണ്ടായി. മൊർദെഖായി അതറിഞ്ഞിട്ട് രാജസന്നിധിയിൽ രാജാവിൻ്റെ സേവകർ വഴി അറിയിച്ചു. അങ്ങനെ ആ അപകടത്തിൽ നിന്ന് രാജാവ് രക്ഷപ്പെട്ടു. ഒരു ദിവസം രാത്രിയിൽ അഹശ്വേരോസ് രാജാവിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ആ നാൾ വഴിയുടെ പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞു. ദിനവൃത്താന്ത പുസ്തകം എന്നുള്ള ഡയറി, നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയറി തന്നെയാണത്, അതൊന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ രാജാവിന് വന്ന ഒരു ജീവഹാനിയുടെ പ്രതിസന്ധി മൊർദെഖായി എന്ന് പറയുന്ന ഒരാളാണ് അറിയിച്ചത്. രാജാവ് സേവകരെ വിളിച്ചു ചോദിച്ചു, ഈ മൊർദെഖായിക്ക് എന്തെങ്കിലും പ്രതിഫലം കൊടുത്തോ എന്ന് ചോദിച്ചു. നെവർ ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ്. ഒരു കാര്യവും കേട്ടോ, ആരെങ്കിലും നന്മ ചെയ്താൽ ദൈവം അങ്ങ് നടത്തി എന്ന് പറഞ്ഞ് നിർത്തരുത് കേട്ടോ. ദൈവം ആ വ്യക്തിയെ ഉപയോഗിച്ചു എന്നും പറഞ്ഞ് നിർത്തരുത്. ദൈവത്തിന് നന്ദി പറഞ്ഞു വെച്ചാൽ ഉപയോഗിച്ച വ്യക്തിക്ക് ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. നമ്മളുടെ ആത്മീയം കൂടി നമ്മുടെ മനുഷ്യത്വം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥിതി, ദുഃഖകരമായിരിക്കുന്ന ദുസ്ഥിതി സങ്കടകരമാണ്. ലോകത്തിലെ മനുഷ്യരെക്കാളും മനുഷ്യത്വമുള്ളവരായിരിക്കണം ദൈവമക്കൾ. പ്രകാശിക്കുന്ന വിളക്കുകളായിരിക്കണം. എസ്തേറിന്റെ പുസ്തകത്തിലെ ഇസ്രായേലിന്റെ ചരിത്രത്തിന് മുഴുവനൊരു തിരിവുണ്ടായത് ഈ സംഭവത്തോടു കൂടിയാണ്. ഓക്കെ, നന്ദി പ്രദർശിപ്പിക്കുന്നവർ ആയിരിക്കണം. പിന്നെ എനിക്കറിയാം ചിലരുടെ ഉള്ളിൽ നന്ദി വരാറുണ്ട്, അത് പറയണേ ഇച്ചിരി വിനയം വേണം, അതുകൊണ്ട് കേട്ടോ. ഇത് പറയണേ ഒരു അല്പ വിനയം വേണം, ഒന്ന് പറയണേ. എനിക്കത് സഹായമായി, എനിക്കത് പ്രയോജനമായിരുന്നു. ഈവൻ ഫോർ സ്മോൾ തിങ്സ്. ഞാൻ ഓർക്കുന്നുണ്ട്, ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഡയറി എടുത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ഓർക്കേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങൾ, ചെയ്ത നന്മകൾ, ചിലരെക്കുറിച്ച് ഓർത്തെഴുതിയ സന്ദർഭം ഞാൻ ഓർക്കുന്നുണ്ട്. അവരോടത് പ്രദർശിപ്പിക്കണമെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഇനി ഞാനൊരു വ്യത്യാസം പറയാം. നന്ദി പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നതും നന്ദി ഉള്ളവരാകുക എന്ന് പറയുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? എക്സ്പ്രസിങ് താങ്ക്സ് ആൻഡ് ബീയിങ് താങ്ക്ഫുൾ. നന്ദി പ്രദർശിപ്പിക്കുക, നന്ദി ഉള്ളവരാകുക, അത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. നമ്മൾ പല കാര്യങ്ങൾ പലയിടത്ത് പോകുമ്പോൾ പലരെയും പരിചയപ്പെടുന്നു, പല കാര്യങ്ങളിൽ ഇടപെടുന്നു, പല കൊടുക്കൽ വാങ്ങൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ നടുക്ക് നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ ചെയ്ത നന്മയെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അതിനോട് പ്രതികരണമായി നാം നന്ദി പ്രദർശിപ്പിക്കുന്നവരായിരിക്കാം. പ്രദർശിപ്പിക്കണം. അവിടെ നമ്മൾ വന്നു, നന്ദി പ്രദർശിപ്പിച്ച ശേഷം പിന്നെ നമ്മൾ ഒരിക്കലും കാണത്തില്ലായിരിക്കും ആയുസ്. ആ ചെയ്ത കാര്യത്തിന് നന്ദി പ്രദർശിച്ചു, ഇറ്റ്സ് ഓവർ.
നമ്മൾ പിരിഞ്ഞു. ദാറ്റ്സ് ദി എൻഡ് ഓഫ് ഇറ്റ്. ചെയ്ത കാര്യത്തിന് നാം അതിന് പകരമായി നൽകേണ്ട കാര്യം നൽകിയപ്പോൾ സ്ക്വയർഡായി, ഇസ് ഈക്വൽ ടു ആയി അല്ലേ? ആ ചെയ്ത കാര്യം ഇപ്പറേ പകരം ചെയ്തുമായിട്ടത് സ്ക്വയർ അപ്പ് ചെയ്തു. ദാറ്റ്സ് ഓവർ. ഈ നന്ദി പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇറ്റ്സ് ഓവർ. ഞാൻ ചെയ്ത കാര്യത്തെ അഭിനന്ദിക്കുന്നു, എനിക്ക് പ്രയോജനമായ നന്ദിയുണ്ട്. ഒന്നുകിൽ വാക്കുകളായിരിക്കും, അല്ലെങ്കിൽ അപ്പുറത്തുള്ളൊരു കാര്യം കൂടി നടന്നിരിക്കുക. എന്നാൽ നാം വിശുദ്ധ വചനം നാം ശ്രദ്ധിച്ചാൽ ഈ നന്ദി പ്രദർശിപ്പിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും. വിശുദ്ധ ബൈബിളിൻ്റെ ആത്മാവ് കൊണ്ടുപോകുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് സെയിങ് താങ്ക്സ്, നന്ദി പറച്ചിലിലേക്കല്ല കൊണ്ടുവരുന്നത്. നമ്മൾ സാധാരണ ഈ സഭകളിലും പ്രാർത്ഥനകളും നമ്മൾ ഈ പറയുന്ന സ്തുതികളിലും ആരാധനകളിലുമൊക്കെ നമ്മൾ നന്ദി പറയുകയായി ചെയ്യുന്നു, നന്ദി പറയുക. പക്ഷെ വിശുദ്ധ ബൈബിൾ ദൈവവചനം നാം ശ്രദ്ധിച്ചാൽ ദൈവവചനത്തിൽ അധികം കാണുന്ന നന്ദിയുടെ ഹൃദയത്തെക്കുറിച്ചും നന്ദിയുള്ളവരായിരിക്കുന്നതിനെക്കുറിച്ചുമാണ്. അതിൻ്റെ വ്യത്യാസം ഞാൻ പറയാം. ഒരു അധ്യാപിക, അവർക്ക് തന്നെ പഠിക്കുന്ന 3 കുട്ടികളുണ്ട്. ആ അധ്യാപികയുടെ വരുമാനം മാത്രമേ ഉള്ളൂ. സ്കൂളിൽ കണ്ട മിടുക്കിയായിരിക്കുന്ന ഒരു കുട്ടിക്ക് വീട്ടിൽ ആ കുട്ടിക്ക് പഠിക്കുവാനായിട്ടുള്ള സാഹചര്യമില്ല. നന്നായിട്ട് പഠിക്കുന്ന ഒരു നല്ല കുട്ടി, അധ്യാപികയ്ക്ക് ഉള്ളിൽ ഒരു സ്നേഹം തോന്നി. ആ കുട്ടിയെ വളരെ പ്രോത്സാഹിപ്പിച്ചു. മോൾ ഒന്നിനെക്കുറിച്ച് വിഷമിക്കേണ്ട, മോൾക്ക് എത്ര വരെ പഠിക്കാനായിട്ടുള്ള ചെലവ് ഞാൻ ചെയ്തോളാം. അധ്യാപിക കാര്യമായിട്ട് ഈ സ്കൂളിലുള്ള കുട്ടിയെ തൻ്റെ മക്കളെ പഠിപ്പിക്കുന്ന പോലെ തന്നെ പഠിപ്പിച്ചു. ഈ കുട്ടി പഠിച്ച് മിടുക്കിയായി ഉയർന്നൊരു സ്ഥാനത്തെത്തി. ചില നാളുകൾക്ക് ഈ അധ്യാപിക ഈ കുട്ടിയെക്കുറിച്ചൊരു അറിവില്ലായിരുന്നു. ഒരു ദിവസം ഈ കുട്ടി തൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഉത്തരവാദിത്തപ്പെടുത്ത് ചെലവ് ചെയ്ത അധ്യാപികയെ കാണാൻ വന്നു. ഹാർദമായിട്ടുള്ളൊരു സമയം ഈ കുട്ടി ഈ അധ്യാപികയ്ക്ക് നന്ദി പറഞ്ഞു. എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, ഞാൻ ഇന്ന സ്ഥാനത്താണ്, ഇതെല്ലാം ഇടയാക്കി നന്ദി പറഞ്ഞു. അധ്യാപികയ്ക്ക് ഒരു നല്ല പ്രസൻറ്റും കൊടുത്തു. പിന്നെ അങ്ങ് പോയി, പിരിഞ്ഞു. പിന്നെ ആ കുട്ടിയെക്കുറിച്ച് പിന്നെ ഒരു വിവരം ഉണ്ടായില്ല. ഈ കുട്ടി അധ്യാപികയോട് അന്നേരം ചെയ്ത എന്താണ്? നന്ദി പറഞ്ഞു. ഈ കുട്ടി ചെയ്ത കാര്യത്തിൽ നന്ദി പറഞ്ഞപ്പോൾ അധ്യാപിക ചെയ്തതിന് പകരമായോ? ഈ നല്ല ശമരിയക്കാരനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കാറും ഒക്കെ ഉള്ളതാണല്ലോ. ഈ നല്ല ശമരിയക്കാരൻ വരുന്ന വഴിക്ക്, അത്യാവശ്യത്തിന് പോകുന്ന വഴിക്ക്, വലിയ യാത്രയിൽ ദൂരം പോകേണ്ട ഒരു മനുഷ്യനാണ്. അന്നേരമാണ് ഇങ്ങനെയുള്ളൊരു ഹതഭാഗ്യനെ കാണുന്നത്. പെട്ടെന്ന് എല്ലാ കാര്യവും മാറ്റിവെച്ചു. തൻ്റെ കയ്യിൽ ആവശ്യത്തിന് അന്നേരമുള്ള പണം പോലുമില്ലായിരുന്നു. തൻ്റെ യാത്രയ്ക്കൊക്കെ മുടക്കം വന്ന് ഒരുപാട് അസൗകര്യങ്ങൾ വന്നെങ്കിലും ആ അർത്ഥപ്രാണനെ എടുത്തുകൊണ്ട് സത്രത്തിൽ കൊണ്ട് ഏൽപ്പിച്ച്, കയ്യിലുള്ളതാ ഏൽപ്പിച്ച്, ഫസ്റ്റ് എയ്ഡും കൊടുത്ത് അന്നേരം കൊടുക്കാവുന്ന എല്ലാവിധമായിരിക്കുന്ന പരിപാലനവും നൽകി, ഉള്ള പണവും ഏൽപ്പിച്ച്, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തിരികെ വരുമ്പോൾ നൽകാമെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ പോയി. ആ മനുഷ്യൻ തിരികെ വന്നപ്പോൾ ജീവിതം തിരിച്ചു കിട്ടിയ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള സൗകര്യമുണ്ട്, അതിൻ്റെ കണക്കൊന്ന് തരാമോ? അന്ന് ഈ സത്രത്തിൽ അവർക്ക് കൊടുത്തതിൻ്റെ കണക്കൊന്ന് തരാമോ? എല്ലാം എഴുതിയേക്കണം കേട്ടോ, ഒന്നും കുറയ്ക്കരുത്, മുഴുവൻ എഴുതിയേക്കണം. ആ കണക്ക് എഴുതി അത് എത്രയാണെന്ന് വെച്ചാൽ ഞാനങ്ങ് തന്നേക്കാം എന്ന് പറഞ്ഞാൽ അത് നന്ദിയാണോ? അത് നിന്നയല്ലേ?
നന്ദി ഉള്ളവരാകുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നു. There are so many things which we cannot ever pay back. ഒരുപാട് കാര്യങ്ങളും നമുക്ക് തിരിച്ചു കൊടുക്കാൻ ആയുസ്സിൽ കഴിയുകയില്ല. Which cannot be quantified or measured in terms of money. പണത്തിൻ്റെ അളവിനകത്ത് കൊണ്ടുവരാനോ കണക്കിനകത്ത് പെടുത്താനോ കഴിയാത്ത വളരെ വളരെ കാര്യമുണ്ട്. ധനാഢ്യർ ചിന്തിക്കരുത് നിങ്ങൾ കൊടുത്ത ആ പണം ഒരു വലിയ കാര്യമായി, നല്ല കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക്, നിങ്ങളുടെ അത്രയും പണമില്ലാത്തവർ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾക്ക് അത്രയും പണത്തിൻ്റെ വില തോന്നിയില്ലെങ്കിലും ആ കാര്യത്തിൻ്റെ വില നിങ്ങൾക്ക് നിശ്ചയിക്കാൻ കഴിയുകയില്ല. നമ്മളൊന്നും ആ നിലയിൽ പലതും ചിന്തിക്കാറില്ല. തക്ക സമയത്ത് നമ്മളാകമാനം തകർന്നു കിടക്കുന്ന ഒരിടത്ത് നമ്മുടെ അടുത്ത് വന്ന സമയം ചെലവഴിച്ച ആള്, നിങ്ങളുടെ കണ്ണുനീരിനോടൊപ്പം കൂടെ നിന്ന ആള്, നിങ്ങളോടുകൂടി ഉറക്കളിച്ചവർ, നിങ്ങളുടെ ദുഃഖം പങ്കിട്ടവർ, നിങ്ങളെ അന്നേരം ആശ്വസിപ്പിച്ചവർ. You can never pay for that. ഒരിക്കലും നിങ്ങൾക്ക് കൊടുത്തു തീർക്കാൻ കഴിയില്ല. 100 thanks is not enough. 100 നന്ദിയോ 1000 നന്ദിയോ, നോ. നന്ദിയുടെ അപ്പുറത്ത് പ്രൈമറിലി നന്ദി ഉള്ളവരായിരിക്കുക. ബീങ് താങ്ക്ഫുൾ. കൊടുത്താലും കൊടുത്താലും തീരത്തില്ല. നിങ്ങൾ അപകടകരമായിരുന്നൊരു ദശയിൽ നിങ്ങളുടെ ജീവിതം ആ കുഴിയിൽ അവസാനിക്കേണ്ടിടത്ത്, നിങ്ങളുടെ കുടുംബജീവിതം തകരേണ്ടിടത്ത്, നിങ്ങൾക്ക് ജീവിതത്തിൽ വഴിമുട്ടിയിടത്ത്, നിങ്ങൾക്കൊരു ഭാവി മുൻപിൽ കാണാതിരുന്നിടത്ത്, the person who crossed your way, നിങ്ങളുടെ മാർഗത്തിൽ വന്ന ഒരാള്, don't worry, let me see what I can do. നിങ്ങൾ വിഷമിക്കേണ്ട, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാനത് നോക്കട്ടെ. Think of situations. Being thankful. നന്ദിയുള്ളവരായിരിക്കുക. നന്ദിയുള്ളവരായിരിക്കുക. ഹല്ലേലൂയ. നാം എത്രമാത്രം ആളുകളെ വിലമതിക്കാൻ പഠിക്കും. എത്ര കാര്യങ്ങൾ നാം വിസ്മരിച്ച ശേഷം ഒടുവിൽ കാണുന്ന ഒരു ആകായിയുടെ പുറത്ത് ജീവിതം വഴിമാറും. നാം ആളുകളെ അളക്കും, ആളുകളിൽ നിന്ന് വഴിപിരിയും. വിശുദ്ധ വചനത്തിൽ നമുക്കിത് ഈ ഒരു ചിന്ത ശക്തമായി കാണാൻ കഴിയും. താങ്ക്ഫുൾനെസ്, നന്ദി. പൗലോസിന്റെ ലേഖനങ്ങളിൽ ആ വാക്കുകൾ നേരിട്ട വാക്കുകളായിട്ടും മറ്റുള്ളവരെ അന്വേഷിക്കുന്ന വഴിയും അവർ ചെയ്ത കാര്യങ്ങൾ ഓർക്കുക വഴിയും എല്ലാവരും തിരസ്കരിച്ചപ്പോൾ അവൻ എൻ്റെ അടുത്ത്, he came to me. സമയത്തിനെ ശുശ്രൂഷിച്ചവൻ, എന്നോട് കൂട്ടുവേലക്കായിരുന്നവൻ. There is so much to be filled with thanks. നന്ദിയുള്ളവരാകേണ്ടത്. ഈ കാര്യം ഓർത്തോണ്ട് നാം എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ബീയിങ് താങ്ക്ഫുൾ, നന്ദിയുള്ളവരായിക്കൊണ്ട്. എബ്രായർ 12-ന്റെ 28-ാമത്തെ വാക്യം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഇവിടെ നിങ്ങളൊരു വാക്ക് കാണുന്നുണ്ട്. ആ പദം എന്താണ്? കണക്റ്റിംഗ് എ വേർഡ്, താങ്ക്ഫുൾനെസ്. നന്ദി എന്നുള്ളൊരു വാക്ക് കൊണ്ട്, നന്ദി എന്നുള്ളൊരു പദം, think of it as a bridge. ഇതൊരു പാലമായിട്ട് അതിനെ ചിന്തിക്കുക. ഈ പാലം ക്രോസ് ചെയ്ത് എവിടേക്കാണ് പോകുന്നത്? സർവിങ് ഗോഡ്, ദൈവത്തെ സേവിക്കുക. ദൈവത്തെ അറിയുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക, ദൈവത്തിന് ഇഷ്ടം ചെയ്യുക, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുക, ദൈവമഹത്വത്തിനായിട്ട് ജീവിക്കുക. I don't get it.
യു ഓൾ സേ, നിങ്ങളെല്ലാവരും പറയുന്നു അങ്ങനെ വേണം ഇങ്ങനെ വേണം, എനിക്കത് കിട്ടുന്നില്ല. യു മിസ് ദിസ് ബ്രിഡ്ജ്. ഈ പാലം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. Everyone who are not in the real service of God, തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളെ ഫലമേൽപ്പിച്ചത് എല്ലാ വിളിക്കപ്പെട്ടവരും തങ്ങളായിരിക്കുന്ന നിലകളിൽ തങ്ങളുടെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും ജീവിതം കൊണ്ടും കർത്താവിൻ്റെ സേവയിലായിരിക്കാത്ത എല്ലാവരും ഒരു കാര്യം നഷ്ടപ്പെടുത്തിയിരിക്കുന്നവരാണ്. എന്താണത്? നോ താങ്ക്ഫുൾനെസ്. നന്ദിയുള്ളവർ അല്ല. നന്ദിയുള്ളവരല്ല. ഈ ലോകം, നമ്മൾ ഈ സാധാരണ മനുഷ്യരെയാണ് ഏറ്റവും ബുദ്ധിജീവികളെന്ന് വിചാരിക്കുന്നത്. വേറെയുള്ളവരെല്ലാവരും എങ്ങനെയാ? മനുഷ്യരെ തരം താഴ്ത്തി പറയണമെങ്കിൽ ആളുകൾ എന്താ പറയുന്നത്? ഓ, അവനൊരു കഴുതയാ. തരം താഴ്ത്തി പറയുന്ന ഒരു പദമാണ്. പിന്നെ ഒരു സമൂഹം മുഴുവൻ കണ്ണടച്ചൊരു വഴിക്ക് ഇങ്ങനെ പറയുവാണ്, പറയും, ഓ അതൊരു താറാവിൻ കൂട്ടം പോലാ. മുമ്പത്തെ താറാവ് പോകുന്ന വഴിക്ക് എല്ലാവരും പോകുന്നു, വെള്ളത്തിൽ ചാടുമ്പോൾ വെള്ളത്തിൽ ചാടുന്നു, കരയ്ക്ക് കയറുമ്പോൾ കരയ്ക്ക് കയറുന്നു. നാം ഇങ്ങനെയുള്ള ഗ്രൂപ്പ് കൾച്ചർ, സമൂഹ സംസ്കാരം ഈ ജീവികളിലൊക്കെ കാണാറുണ്ട്. അതിൽ നിന്ന് ഇതരരാണ് മനുഷ്യരെന്ന് നാം പറയുകയാണ്. മനുഷ്യരും വ്യത്യസ്തരൊന്നുമല്ല. ജീവിതത്തിൻ്റെ ഒരേ വഴിയെ മനുഷ്യരെല്ലാം കണ്ണടച്ച് പോയി തകർച്ചയിലും ജീവിതത്തിൻ്റെ എല്ലാവിധ ദുരന്തത്തിലും പെട്ടുപെടുന്നു. ഇറ്റ്സ് റിപ്പീറ്റഡ്. ഇങ്ങനെ പറയാറുണ്ട്, ചരിത്രം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരേ ജീവിതമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകൾ ക്രാഷ് ചെയ്യുന്ന സംഭവം കാണുന്നു, ആത്മഹത്യകളുടെ പരമ്പരകൾ കാണുന്നു, കുടുംബങ്ങളുടെ തകർച്ച കാണുന്നു. But the path is same. People don't deviate their way. ആളുകൾ അവരുടെ വഴി മാറുന്നില്ല, മാർഗം മാറുന്നില്ല. They just go. അതേ വഴിയിൽ ഓരോ മനുഷ്യനും സഞ്ചരിക്കുന്നു. എന്തേ സംഭവിക്കുന്നു? മനുഷ്യർക്കെല്ലാം അവരുടെ അന്ധ കണ്ണുകൊണ്ട്, അവരുടെ ഇരുളടഞ്ഞ മനസ്സുകൊണ്ട് ജീവിതത്തെക്കുറിച്ച് ഒരു കാര്യമേ അറിയത്തുള്ളൂ. അവരുടെ ലോകം ഇളകുന്ന രാജ്യമാണ്. ഈ ഇളക്കമുള്ള രാജ്യം, മാറ്റമുള്ള രാജ്യം, the world that is changing, സ്ഥിരതയില്ലാത്ത രാജ്യം, അവിടെ കാണുന്ന അഭികാമ്യമായിരിക്കുന്ന കാര്യങ്ങളും ആകർഷണങ്ങളും വർണ്ണങ്ങളും അത് തരുന്ന കാര്യങ്ങളും അതിനെ സംബന്ധിച്ച സകല കാര്യങ്ങളുമായിട്ട് അന്ധനായ മനുഷ്യൻ ചെന്ന് ജീവിതത്തെ ക്രാഷ് ചെയ്യുകയാണ്, തകർത്ത് കളയുകയാണ്. ആൻഡ് ഇറ്റ് റിപ്പീറ്റ്സ്. അത് തുടർച്ചയായിട്ട് സംഭവിക്കുക. നിങ്ങൾക്ക് സംശയമുണ്ടോ ഈ ദുരന്തം എന്തുകൊണ്ട് സംഭവിക്കണം? ഇത്രയും ആത്മഹത്യ എന്തുകൊണ്ട് സംഭവിക്കണം? ഇത്രയും നിരാശ എന്തുകൊണ്ട് സംഭവിക്കണം? ഇത്രയും അസ്വസ്ഥ എന്തുകൊണ്ട് സംഭവിക്കണം? എനിക്ക് അത്ഭുതമില്ല. ഈ അന്ധകാരത്തിന് ലോകം, ഈ മാറ്റങ്ങളുടെ ലോകത്തിന് ഇതിലുപരിയായിട്ടൊന്നും മനുഷ്യന് നൽകുവാനായിട്ടില്ല. ഐ എം സോറി, വിശ്വാസികൾ എന്ന പേര് കേട്ട പലരും, ചിലരുടെയൊക്കെ ഫേസ്ബുക്കും അവരുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് കണ്ടാൽ ഇവർ ഏത് ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു തോന്നും. സാഡ് ദ കൈൻഡ് ഓഫ് ലൈഫ് യു റെപ്രസെന്റ്. നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ജീവിതത്തെക്കുറിച്ച് അതിദുഃഖം. യേശുവിന്റെ നാമം നിങ്ങളുടെ നാവിൽ എടുത്തില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ ബൈബിൾ ഇടിച്ചുകൊണ്ട് നടന്നിരുന്നില്ല എങ്കിൽ ഈ മാർഗത്തിന് കുറച്ചുകൂടി മാന്യതയുണ്ടാകുമായിരുന്നു. യേശുവിന്റെ നാമം നിങ്ങൾ ഉപയോഗിക്കുന്നു, ഇളകുന്ന രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നു, അതിൻ്റെ അഭിലാഷങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നു. ദൈവഭക്തന്റെ നന്ദിയുടെ ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്ന് എന്താണെന്നറിയാമോ? ദ റീസൺ ഫോർ ഹിസ് താങ്ക്ഫുൾനെസ് ടു ഗോഡ്. ദൈവത്തോടുള്ള നന്ദിയുടെ
ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്നൊരു ദൈവഭക്തനെ സമയത്തോളം, ലോർഡ് യു ഓപ്പൺ മൈ ഐസ് ഫോർ ദി അൺഷേക്കബിൾ. ഇളകാത്തതിനായി അവിടുന്ന് എൻ്റെ കണ്ണിനെ തുറന്നു എന്നുള്ളതാണ്. Hallelujah. I know the difference between what is shakeable and unshakable. ഇളകുന്നതും ഇളകാത്തതുമായിട്ടുള്ള വ്യത്യാസം എൻ്റെ കർത്താവെ എൻ്റെ കണ്ണ് തുറന്ന് എന്നെ കാണിച്ചതിനായി നന്ദി. Hallelujah. പലപ്പോഴും നാം അറിയാതെ തന്നെ ഇളകുന്നതിൽ കാലുറപ്പിക്കുന്നവരാണ്. ദൈവം തൻ്റെ സ്നേഹത്തിൽ കാലുറപ്പിച്ചിടം ചിലപ്പോൾ ഇളക്കും. ദൈവം നമ്മുടെ ഈ സ്തുതിയും സ്തോത്രം, ചിലരുണ്ടല്ലോ, ചില ഈ അരിത്തമെറ്റിക്സ് കൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ഒറ്റയടിക്ക് 1 കോടി സ്തോത്രമൊക്കെ അങ്ങ് പറയും. എളുപ്പമായല്ലോ. അല്ലെ ചിലരെന്നാ ചെയ്യുന്നത് വെച്ചാൽ സ്തോത്രം ഇതൊരു ആവർത്തനം, ഹല്ലേലൂയ ഹല്ലേലൂയ. എന്തൊക്കെയാ നമ്മൾ ഭക്തിയുടെ പേരിൽ കാണിച്ചു കൂട്ടും. ചിലർ പറയും എത്ര സ്തുതിച്ചാലും മതിയാകില്ല. ഓൾ കൈൻഡ് ഓഫ് ദ ഹാർട്ട് ഓഫ് താങ്ക്സ്, നന്ദിയുടെ ഹൃദയം. അത് കണക്കെഴുതി കൊടുക്കുന്നൊരു കാര്യമല്ല. ശരിക്കും നന്ദി ഉണ്ടാകുന്നത് ഈ ഒരുപാട് കണക്ക് വെച്ച് സ്തുതിക്കുന്നവരെ സംബന്ധിച്ച് സാധാരണ ഈ സ്തുതിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. എന്തിനു വേണ്ടിയാണ് സ്തുതിക്കുന്നത്? ഏതായാലും ആ പരീക്ഷയിൽ ജയിച്ചു, ഏതായാലും ആ ഇൻ്റർവ്യൂ കിട്ടി, ഏതായാലും എനിക്കത് ലഭിച്ചു. നമ്മൾ സാധാരണ നന്ദി പറയുന്ന കാര്യങ്ങളെല്ലാം ഇളക്കമുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഹൃദയത്തെ ത്രസിപ്പിക്കുന്ന കാര്യങ്ങൾ ഇളക്കമുള്ള കാര്യങ്ങളാണ്. ചിലർക്ക് ഈ സ്പിരിച്വൽ സീസൺ ഉണ്ട്, ആത്മീയതയുടെ ചില സീസൺസ് തന്നെയുണ്ട്. മഴക്കാലം എന്ന് പറയുന്ന പോലെ ആത്മീയ കാലം. അതിൻ്റെ പുറകിൽ എന്തുണ്ടെന്നറിയാമോ? അവർക്കൊരു ഭൗതിക നന്മ കിട്ടി, വലിയ സന്തോഷം, കർത്താവ് തന്നു, ഏതായാലും കർത്താവ് തന്നു. ഇതേ ആളിനെ വേറൊരു സീസണിൽ കാണാം. എന്നാണെന്നറിയാമോ? സാഡ് സീസൺ, ദുഃഖത്തിൻ്റെ ഒരു കാലം. എന്താ പറ്റിയെന്നറിയാമോ? കർത്താവ് തന്നു എന്ന് പറയുന്ന കാര്യം പോയി കഴിയും, അവരെന്നെ പിരിച്ചു വിട്ടു. ഭയങ്കര ദുഃഖം. കുഞ്ഞെ, നീ പറഞ്ഞ നന്ദിയെല്ലാം ഇളകുന്ന രാജ്യം സംബന്ധിച്ചുള്ള സ്തോത്രമായിരുന്നു. ഇപ്പം നിന്നെ ദുഃഖിപ്പിക്കുന്ന കാര്യം അത് സംബന്ധിച്ചുള്ളതാണ്. പക്ഷെ ദൈവം നിനക്കൊരു നന്മ ചെയ്തിരിക്കുക. ഇപ്പോഴെങ്കിലും എൻ്റെ കാലെടുത്ത് ഇളക്കമില്ലാത്തതിൽ ചവിട്ടണം. യുവർ ലൈഫ് വിൽ ഹാവ് സർട്ടൻറ്റി. നിന്റെ ജീവിതത്തിന് നിശ്ചിതത്വം, സുനിശ്ചിതത്വം കിട്ടും. അനിശ്ചിതത്തിൽ നിന്ന് നിശ്ചിതത്തിലേക്ക് നിന്റെ കാലെടുത്ത് വെക്കണം. ദൈവം എന്തെല്ലാം നമുക്ക് തന്നിരിക്കും. തീക്കായിട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ലോകത്തിൻ്റെ നടുവിൽ, അനിശ്ചിതങ്ങളുടെ ലോകത്തിൻ്റെ നടുവിൽ, അഭക്തിയുടെ ലോകത്തിൻ്റെ നടുവിൽ നമ്മുടെ ഹൃദയത്തെ തുറന്ന് മൈ ഫാദർ ഇൻ ഹെവൻ, സ്വർഗത്തിലെ എൻ്റെ പിതാവേ എന്ന് വിളിക്കുവാനായിട്ടുള്ള ഈ ബന്ധം നൽകിയ എൻ്റെ കർത്താവിന് സ്തോത്രം. When there are times of people where they don't know where to go and whom to tell, എവിടെ പോയി ആരോട് പറയണമെന്നറിയാതിരിക്കുന്ന സമയത്ത് എനിക്ക് കടന്നു വന്ന മൈ ഫാദർ, എൻ്റെ പിതാവേ എന്ന് വിളിക്കുവാൻ തന്ന ബന്ധത്തിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആളുകൾ ഭയചകിതരായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയാത്തതിന് നടുക്ക്, താങ്ക് ലോർഡ്, ഞാൻ നിൽക്കുന്നത് ഈ പാറമേൽ. വീണാലും പർവ്വതങ്ങളും മാഞ്ഞാലും ആകാശങ്ങളും ക്രിസ്തുവിന്റെ രക്തനിയമം മാറാതെ നിൽക്കും. Where I can sing in the midst of danger, അപകടത്തിന് എനിക്ക് പാടുമാറാക്കിയ ഗാനം തന്ന ദൈവത്തിന് സ്തോത്രം. ഇളകാത്ത രാജ്യം നാം പ്രാപിക്കുന്നതുകൊണ്ട് let us be thankful. Let us be thankful. Hallelujah. ദൈവത്തോട് നന്ദിയുള്ളവരായി തീരുമ്പോൾ നാം മനുഷ്യരോട് നന്ദിയുള്ളവരാകും. ഇത് വളരെ ഇന്റർറിലേറ്റഡ് ആണ്. നന്ദി എന്നുള്ളത് വലിയ ബന്ധമുള്ള പദമാണ്. സ്നേഹം പോലെ തന്നെ ദൈവത്തോടുള്ള സ്നേഹവും മനുഷ്യരുള്ള സ്നേഹവും തമ്മിലൊരു ബന്ധമുണ്ട്.
ദൈവത്തോടുള്ള നന്ദി മനുഷ്യരുള്ള നന്ദിയും തമ്മിലൊരു ബന്ധമുണ്ട്. ദൈവം എനിക്ക് എന്ത് ചെയ്തു എന്നുള്ളത് അറിയും തോറുമാണ് മറ്റുള്ളവരുടെ നന്ദിയുടെ ആവശ്യം കൂടെ എനിക്ക് കൂടുതലുള്ളൂ മനസ്സിലായോ? ബീങ് താങ്ക്ഫുൾ. എന്തുകൊണ്ട്? നിത്യജീവൻ എൻ്റെ ഹൃദയത്തിൽ തന്നു. നാശത്തിൽ നിന്റെ കർത്താവിനെ രക്ഷിച്ചു. രക്ഷയെ ഞാൻ അറിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ദൈവിക ഉറപ്പ് നൽകി. ജീവിതത്തെക്കുറിച്ച് ബോധമുണ്ടായി. എൻ്റെ മാർഗത്തെക്കുറിച്ചുള്ള വ്യക്തത എനിക്ക് തന്നു. ഇരുട്ടിൽ ദൈവികമായിരിക്കുന്ന പ്രകാശം എനിക്ക് തന്നു. എൻ്റെ ജീവിതത്തിൻ്റെ അവ്യക്തയുടെ നടുവിൽ പരിശുദ്ധാത്മാവിലുള്ള വിവേചനവും ബോധവും എനിക്ക് നൽകി. ഐ കൺ എക്സ്പ്ലെയിൻ. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം താങ്ക്സ് ബി ടു ഗോഡ്. ദൈവത്തിന് നന്ദി. ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു കാര്യവും ഒരു നന്ദി പറഞ്ഞ് സ്ക്വയർ അപ്പ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. നന്ദി പറഞ്ഞു, നന്ദി പറഞ്ഞ് ദശാംശം കൂടെ കൊടുത്തു. യു ക്യാൻ നെവർ സ്ക്വയർ അപ്പ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരിക്കലും നന്ദി പറഞ്ഞും കൊടുത്തും തീർക്കാൻ കഴിയത്തില്ല. ബീങ് താങ്ക്ഫുൾ. നന്ദി ഉള്ളവരാകുക. ഗ്രാമർ അറിയാവുന്നവരൊക്കെ ഓർത്തണം, എന്താ നന്ദി പറഞ്ഞു എന്ന് പറയുന്നതിൻ്റെ വ്യത്യാസവും നന്ദി ഉള്ളവരാകുക. പ്രസന്റ് കണ്ടിന്യൂവസ്. തുടർച്ച തുടർച്ച തുടർച്ച. ഹൗ ലോങ്? എത്ര നാൾ? എന്ന് വരെ? ഓ, ഈവൻ ഇഫ് ഐ സേ ഇറ്റ് ഓർ നോട്ട്, ആ വാക്കുകൾ ഞാൻ ഉപയോഗിച്ചാലും ഇല്ലെങ്കിൽ, ഇറ്റ് റിമെയിൻസ് ഡീപ്പ് ഇൻ മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അത് അവിടെ കിടപ്പുണ്ട്. താങ്ക് ഗോഡ്. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. ഇളക്കമുള്ള കാര്യങ്ങളുടെ നന്ദിയിൽ നിൽക്കുന്നവർ അന്നേരം നന്ദി പറയും. അതിന് മാറ്റം വരുമ്പോൾ, ദൈവം എന്നെ ഇങ്ങനെ ചെയ്യുന്നു, ദൈവം എന്നോട് മാത്രം പരാതി, ഇളക്കമില്ലാത്തതിലേക്ക് വരുമ്പോൾ നമ്മൾ ലോകത്തെ നോക്കി നമ്മളെ കമ്പയർ ചെയ്യത്തില്ല. പല ദൈവഭക്തരെന്ന് പറയുന്നവർ താരതമ്യപ്പെടുത്തുന്നത് ആ ഭക്തരുടെ ജീവിതം കണ്ട. നമ്മൾ ആസാഫിന്റെ സംഗീതം അങ്ങനെ കാണുന്നു. അവർക്ക് ദൈവമില്ല, അവർക്ക് പ്രാർത്ഥനയില്ല, അവർക്ക് ഭക്തിയുമില്ല, അവർക്കൊന്നുമില്ല. എങ്കിലും അവരുടെ കണ്ണ പുഷ്ടി കൊണ്ടൊന്നി നിൽക്കും. എങ്കിലും അവരുടെ ജീവിതമൊക്കെ വളരെ നന്നായിട്ട് പോകും. എങ്കിലും കാര്യങ്ങളെല്ലാം അവർ വിചാരിക്കുന്ന പോലെ കൊണ്ടുവന്നു. എന്നെ സമയത്തോളം രാപ്പകൽ ഞാൻ ദുരിതത്തിലായിരിക്കും. വല്ല കാര്യമുണ്ടോ? നിന്നോട് ആര് പറഞ്ഞിങ്ങനെ ദുരിതത്തിലിരിക്കാൻ? കുഞ്ഞേ, ആസാഫ് ചെയ്ത പോലെ ചെയ്യുക. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ മന്ദിരത്തിൽ വന്നു. See the difference of the shakeable and the unshakable. മാറ്റമുള്ളതും മാറ്റമില്ലാത്തതും തമ്മിലൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ദൈവഭക്തർക്ക് അനിവാര്യമായും ഈ തിരിച്ചറിവ് അകത്ത് കയറണം. സൃഷ്ടിക്ക് താഴെയുള്ളതെല്ലാം, സൃഷ്ടിക്കപ്പെട്ടതെല്ലാം ഇളക്കമുള്ളതാണ്, മാറ്റമുള്ളതാണ്. നത്തിങ് ക്യാൻ എവർ റിമെയിൻ ലൈക്ക് ദാറ്റ്. എല്ലാം മാറിപ്പോകുന്നതാണ്, നിറം മങ്ങുന്നതാണ്, ഓജസ് മാറിപ്പോകും, സൗന്ദര്യം മാറിപ്പോകും, സമ്പത്തിന് മാറ്റമുണ്ടാകും, അല്ലെങ്കിൽ സമ്പത്തിന് പ്രയോജനം ചെയ്യാൻ കഴിയാത്തൊരു നിലയിലേക്ക് ജീവിതം പോകും. എല്ലാം മാറും, എല്ലാം മാറും. ബന്ധങ്ങൾ മാറും, സ്നേഹം മാറും. ഇന്നത്തെ മിത്രം നാളത്തെ ശത്രുവായി തീരും. എക്സ്പെക്ട് ചെയ്ത് പ്രതീക്ഷിക്കുക. നിങ്ങളുടെ ഭക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ കാര്യം, ദൈവജനത്തിൽ ഈ കാര്യം പ്രതീക്ഷിക്കുക. യു ആർ ലിവിങ് ഇൻ എ വേൾഡ് വിച്ച് ഈസ് ഷേക്കബിൾ. ഇളക്കമുള്ള ഒരു ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ദൈവം നിങ്ങൾക്ക് തന്ന മഹാകൃപ എന്ന് പറയുന്നത് ഇളക്കമില്ലാത്തത് നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു എന്നുള്ളതാണ്. താങ്ക് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു ഭക്തന്റെ ജീവിതം ഇളകുന്ന ലോകത്തിൽ ഇളക്കമില്ലാത്ത അടിത്തറയിൽ ജീവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പാടുന്നൊരു മനോഹര പാട്ടുണ്ടല്ലോ, ലോകത്തിൻ ബാലത കോമളത്വം, വസ്തുവകകൾ പൊന്നാണയങ്ങൾ, സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാ, മേലുള്ള ഋഷിലയിൽ നിത്യഗേഹം. അന്നമ്മമാം എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു മഹതി, വലിയ ചുറ്റുപാടും പശ്ചാത്തലം ഉണ്ടായിരുന്ന, അനേക വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മഹതിയാണ്. എൻ്റെ ചെറുപ്പത്തിൽ
ഈ എൻ്റെ മാമനെ കാണാനും സംസാരിക്കാനും സമയം ചെലവഴിക്കാനും ഇടയായി തീർന്നു. ഇളകുന്ന ലോകത്തെ പിൻപിൽ വിട്ട ശേഷം മുമ്പോട്ട് ഇറങ്ങി തിരിച്ചെഴുതിയൊരു പാട്ടാണ് ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസ കപ്പലിൽ ഓടിയിട്ട്. നിത്യവീടം ഉണ്ട്, ആ പ്രത്യാശയുടെ ഗാനം. ദൈവമക്കളുടെ അകത്തെല്ലാം ഇത് ഉണ്ടായിരിക്കണം കേട്ടോ. എന്താ അത്? ലോകത്തിൻ ബാലത കോമളത്വം, വസ്തുവകകൾ പൊന്നാണയങ്ങൾ, സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാ, മേലുള്ള നിത്യഗേഹം യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും. Praise the Lord. നന്ദിയുള്ളവരായി ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി എന്ത് ചെയ്യണമെന്നാണ് നാം വായിക്കുന്നത്? ദൈവത്തിന് പ്രസാദം വരുമാറ്, പ്ലീസിങ് ടു ഗോഡ്, ആക്സെപ്റ്റബിൾ ടു ഗോഡ്, ദൈവത്തിന് സ്വീകാര്യമായ പ്രസാദകരമായ ദൈവഭക്തിയോടും വിത്ത് റെവറൻസ് ആൻഡ് ആദരവോടും ഭയത്തോടും കൂടി സേവ ചെയ്യുക. സേവ, സർവിങ് ഗോഡ്. ഈ നന്ദിയുള്ളവരാകുക എന്ന് പറഞ്ഞാൽ സ്തുതി പറഞ്ഞുകൊണ്ടിരിക്കില്ല. ഈ വർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാലമായത്. വർഷിപ്പിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളുടെ ദുഷിച്ച സംസ്കാരം ദൈവത്തോടു കൂടി നടക്കുന്നവരെ ബാധിക്കരുത്. True worship is in the heart. ഡെഫിനറ്റ്ലി അത് എക്സ്പ്രസ് ചെയ്യുന്ന വിധങ്ങളുണ്ട്. അനുഗ്രഹീതമായിരിക്കുന്ന ഗാനങ്ങളിലുമൊക്കെ അത് എക്സ്പ്രസ് ചെയ്യുന്നതിന് ഞാൻ അനുകൂലമാണ്. പക്ഷെ അതവിടെ തീരാൻ പാടുള്ളതല്ല. നിങ്ങളുടെ നന്ദി പാട്ടുകളിൽ നിന്നും വാക്കുകളിൽ നിന്നും എവിടേക്ക് വരണം? ആദരവിലും ഭയഭക്തിയിലും ദൈവത്തിന് പ്രസാദകരമായി അങ്ങയെ സേവിക്കുവാനായിട്ടുള്ള ഇടത്തേക്ക് വരണം. വൺ ലൈഫ്, ദിസ് ഈസ് ടു ബി ലിവ് ഫോർ ഗോഡ്. ഒരു ജീവിതം മാത്രം. ഇത് ദൈവത്തിൻ്റെ സ്വന്തം ജീവിതമാണ്, എൻ്റെ ജീവിതമല്ല. How many will you say that? നിങ്ങൾ എത്ര പേരത് പറയും? This is God's own. ഇത് ദൈവത്തിൻ്റെ സ്വന്തം ജീവിതമാണ്, എൻ്റെ ജീവിതമല്ല. ദൈവത്തിൻ്റെ സ്വന്തം ജീവിതം എങ്ങനെയാ ഞാൻ ജീവിക്കുന്നത്? ദൈവത്തിന് പ്രസാദകരമായി, ആക്സെപ്റ്റബിൾ ടു ഗോഡ്. റോമർ 12:1 പറഞ്ഞിരിക്കുന്ന അതേ പദപ്രയോഗം തന്നെയാണ് ഇവിടെ. ആക്സെപ്റ്റബിൾ സർവീസ്, പ്രസാദകരമായിരിക്കുന്ന. അവിടെ ആരാധന എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്, ഇവിടെ സേവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാട്രിയോ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ഒരു പുരോഹിത സേവയാണ്. അതിൻ്റെ അർത്ഥം ഐ സെർവ് ഗോഡ്. എൻ്റെ ഭവനം ദൈവശുശ്രൂഷയ്ക്കുള്ളതാണ്, എൻ്റെ പണം ദൈവശുശ്രൂഷയ്ക്കുള്ളതാണ്, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ദൈവശുശ്രൂഷയ്ക്കുള്ളതാണ്, എൻ്റെ ആരോഗ്യം, എൻ്റെ കഴിവുകൾ ദൈവശുശ്രൂഷയ്ക്കുള്ളതാണ്, എൻ്റെ ജീവിതം ദൈവശുശ്രൂഷയ്ക്കുള്ളതാണ്. ആൻഡ് മൈ ലൈഫ് ഈസ് എ വർഷിപ്പ് ഫോർ ഗോഡ്. എൻ്റെ ജീവിതം ദൈവത്തോടുള്ള ആരാധനയാണ്. ദിസ് ഈസ് എ പ്ലേസ് റിയൽ സ്പിരിച്വാലിറ്റി ഷുഡ് ടേക്ക് us to. യഥാർത്ഥ ഭക്തിയും ആരാധനയും നമ്മളെ കൊണ്ടുവരേണ്ടത് ഇവിടേക്കാണ്. ഹല്ലേലൂയ. ആ വലിയ അടിത്തറയിൽ നമ്മുടെ ജീവിതം ദൈവമഹത്വത്തിനായിട്ട് ജീവിക്കുവാൻ ഇടയായി തീരട്ടെ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.